ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരയ്ക്കണതെന്നൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് നെക്ക് വരച്ചാലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേണും കൂടിയാണ്. ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ താഴേക്ക് ഈ കാണുന്ന പോലെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന അടിപൊളി ഡിസൈനാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ അങ്ങ് നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നൊരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കണേ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തന്നെ വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലേ? അപ്പോൾ ഇതേ രീതിക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടും, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്ക് വഴങ്ങുന്ന രീതിക്ക് മുഴുവനായിട്ട് ഇത് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇത് സ്കെച്ച് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീരെ വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വരും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. അതായത് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിച്ചും മറിച്ചും ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് വരച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യോക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് ഫില്ലായിട്ട് കിട്ടണം, അത് അധികം ഗ്യാപ്പ് വരാതെ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ അല്ലേ? അതുപോലെ ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. നമ്മൾ കട്ട് ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെക്കിൽ മാത്രമായിട്ടൊരു ഡിസൈൻ, എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഇതേമാതിരി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴേക്ക് യോക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കട്ട് ബീഡ്സാണ്, ആൻറ്റിക് കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാവുന്നതാണ്. ഇനി അത് തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 10 എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സാധനം മാത്രം മതി നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ബീഡ്സിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഓരോ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് ചെറിയ കട്ട് ബീഡ്സ് ആണ് കേട്ടോ, ട്യൂബ് അല്ല, കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഈ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് അടുപ്പിച്ച് മാക്സിമം അടുപ്പിച്ച് വരുന്ന പോലെ ഓരോ ബീഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വരച്ചു കൊടുത്തേക്കുന്ന പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമൽ നീഡിലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആരി വർക്കാണത് കേട്ടോ. അപ്പോൾ ഇതൊരു ബൊട്ടിക് ഡിസൈനാണ്. ഈ ഒരു ബൊട്ടിക് ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ലേ? പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുന്നവർക്കൊക്കെ തന്നെയും അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തതും സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ അങ്ങ് വരച്ചു കൊടുത്തിട്ട് ആ ഒരു പാറ്റേൺ വരച്ചേക്കുന്ന രീതിയിൽ കൂടെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ഓരോ ബീഡ്സിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരാനായിട്ട് കൂടെ ശ്രദ്ധിക്കണം. ബീഡ് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭംഗികേട് വരും. അപ്പോൾ ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്തതാണ് ഔട്ട്ലുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകത്തില്ല കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണിത്. അതുപോലെ നമുക്ക് ഈ ഒരു ഡിസൈന് കുട്ടികളുടെ ഉടുപ്പിലേക്കും ചുരിദാറിലേക്കും എല്ലാം ഒരേപോലെ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടോ അല്ലാതെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരണേ. നമ്മളത് ഉറപ്പായിട്ടും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനിയും കാണുന്നവർക്കൊക്കെ പിന്നെയും അത് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോ അയച്ചു തരണേ മറന്നു പോകരുതേ. അതിന് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതിലേക്ക് അയച്ചു തരാവുന്നതാണ്. അതുപോലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് അതിനകത്തേക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ഒരേപോലെ ഫോളോ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ അല്ലേ ഇത്? അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ഡിസൈൻ അല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇനി പോകെ നമ്മൾ കൂടുതൽ ഡിസൈൻസും കൂടുതൽ ഹെവി വർക്കുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ വേണ്ടി നിങ്ങൾ പേജ് ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണൊക്കെ എനേബിൾ ആക്കിയിട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതുപോലെ താഴേന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഓരോ പാറ്റേൺസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നിടത്ത് നിന്ന് അടുത്ത ഡിസൈൻ തുടങ്ങിയാൽ അങ്ങനെ വേണമെങ്കിലും അത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ.
നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് സ്പീഡിലിട്ട് കാണിക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അത് തീർച്ചയായിട്ടും അറിയായിരിക്കും. ഇനി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ്, അതിൻ്റെ ബാക്ക് വശം എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് നല്ല സെക്യൂറായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതുപോലെയാണ് നമ്മൾ ഫൈനൽ ലുക്കിൽ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു ലെയറും കൂടി ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും യോക്ക് കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ നമ്മുടെ ഷോൾഡറിലേക്ക് വരുന്ന ഭാഗത്തും ഇത് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. നല്ല സെക്യൂറായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിച്ചാണിത്. ഇത് കണ്ടോ നിങ്ങൾക്ക് ഇത് ഇളകി പോകുമെന്നുള്ള സംശയങ്ങളൊക്കെ ഇത് കാണുമ്പോൾ മാറുമല്ലോ. അപ്പോൾ ഇത്ര നന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങൾ മുൻപേ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.